എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രോൺസ് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പ്രോൺസ് വാങ്ങിച്ച സമയത്ത് അതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർത്ത് ഇന്ന് നിങ്ങൾക്ക് കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും പ്രോൺസ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പ്രോൺസ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പണ്ടൊക്കെ അമ്മ കറി വെച്ച് തരും, അപ്പോൾ നമ്മൾ കൂട്ടുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാനിത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും പിന്നെ അമ്മയോട് ചോദിച്ചത് പഠിക്കുകയും പിന്നെ ഞാൻ കുറേ വട്ടം ക്ലീൻ ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് സമയം എടുക്കുമായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടി. പിന്നീട് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ആ ടെക്നിക്ക് ഒന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് പ്രോൺസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ആ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ഗ്ലൗസ് ഇട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ചെമ്മീൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മുള്ളൊക്കെ കൊള്ളുമ്പോഴൊരു അതിൻ്റെ നല്ലൊരു എന്താ പറയുക മുള്ള് പോലെ സാധനമല്ലേ, എന്താ പറയുക കൊമ്പ്, അതിൻ്റെ കയ്യെ കൊള്ളുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ചുമന്ന കളർ, അത് പിടിക്കുമ്പോൾ ഒരു ചുമന്ന കളറ് എൻ്റെ കയ്യിലാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഗ്ലൗസ് തന്നെ ആയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. അപ്പം വളരെ എളുപ്പമാണ് നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് അതിൻ്റെ തലയുടെ പാർട്ട് ഇതേപോലെ ഒന്ന് ഒടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ? പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലും പിന്നെ ആ കണ്ടില്ലേ ഈ ഒരു പാർട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ കാലുകൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അതങ്ങ് മാറ്റി കിട്ടും. ആ കാലെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു 2-3 ഷെൽസ് ഉണ്ടല്ലോ, അത് നമുക്കങ്ങനെ എടുത്ത് മാറ്റാം. പിന്നെ ഈ വാലെ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. അപ്പം തന്നെ ആ വാലിൻ്റെ ആ ലാസ്റ്റ് പാർട്ടുള്ള ആ ഷെല്ല് പെട്ടെന്ന് തന്നെ അങ്ങ് പോയി കിട്ടും. ഈ ചെമ്മീൻ എന്ന് പറയുമ്പം ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക കുടലൊക്കെ അല്ലേ, അത് അടിഭാഗത്തല്ല മുകൾ ഭാഗത്താണ്. അപ്പം ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു കറുത്തൊരു വര പോലെയാണ് ഇത് കാണുന്നത്. ആ സാധനം എന്തായാലും നമ്മൾ എടുത്ത് കളയണം. അപ്പോൾ ഇതുപോലെ ചെറിയ നൈഫ് വെച്ച് മുകൾ വശം ഇതുപോലെ ഒന്ന് കീറി വിടാം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മുന്നിൽ നിന്ന് വലിക്കുമ്പോൾ തന്നെ അത് പോയി കിട്ടും. പക്ഷേ പതുക്കെ നമ്മളത് ഒന്ന് ട്രൈ ചെയ്താലേ ശരിക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ കറുത്ത സാധനം നമുക്കങ്ങ് എടുത്ത് കളയാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ആ ടെക്നിക്ക് നമ്മളൊന്ന് പഠിച്ചാൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വളരെ എളുപ്പമാണ്. കണ്ടില്ലേ? ജസ്റ്റ് ആ തലയൊന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. പിന്നെ മുകളിലത്തെ ആ ഫസ്റ്റ് 2 ഷെല്ലൊന്ന് കൈവച്ച് തന്നെ കളയുക. പിന്നെ വാലിൻ്റെ ആ സൈഡിൽ പിടിച്ച് ജസ്റ്റ് ഒരു വലിക്കുമ്പോൾ വാലിൻ്റെ അത് താഴ്ഭാഗത്തേക്കുള്ള അതും അങ്ങ് പോയി കിട്ടും, ആ ഷെല്ലും അങ്ങ് മാറിക്കിട്ടും. പിന്നെ ആ മുകളിലത്തെ ഒരു നൈഫ് വെച്ചും ജസ്റ്റ് ഒന്ന് വര കൊടുത്തിട്ട് ആ കറുത്ത ഒരു കുടൽ പോലത്തെ സാധനമല്ലേ, ആ സാധനം നമുക്കങ്ങ് എടുത്ത് കളയാം. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് ചെമ്മീനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചെമ്മീനോടെ തന്നെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. വേറൊരു രീതി പറയുന്നത്, നമ്മൾ ആദ്യം ഈ വാലിൻ്റെ ആ പാർട്ടുണ്ടല്ലോ, ജസ്റ്റ് വാലിൻ്റെ ആ പാർട്ട്, അതായത് ആ താഴ്വശമുള്ള ആ പാർട്ട് ഉണ്ടല്ലോ, ഇത് ആ വശം ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ തന്നെ അത് ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. മുകളിലുള്ള പാർട്ടിലുണ്ട് ഒരു കുറച്ച് മീറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൂടെ നമുക്കിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ജസ്റ്റ് വലിക്കാൻ തന്നെ ആ താഴത്തെ ആ ഷെല്ലിങ്ങി പോരും. അതിനിട്ട് പഴയതുപോലെ തന്നെ തലവശം ചെയ്യുക, പിന്നെ മുകളിലത്തെ കുടലെടുത്ത് കളയും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ എനിക്ക് ഒന്നുകൂടെ എളുപ്പം ആദ്യം തല കളഞ്ഞിട്ട് മുകളിലത്തെ 2 ഷെല്ല് കളഞ്ഞിട്ട് താഴെ നിന്ന് പിടിച്ച് വലിക്കുന്നതാണ് എനിക്കൊന്നുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ആ മെത്തേഡിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ രീതി വേണമെങ്കിലും നമുക്ക് ഇത് പൊളിച്ചു കളയാവുന്നതാണ്. അതായത് നമ്മുടെ ചെമ്മീനെ ക്ലീൻ ആക്കാവുന്നതാണ്. അപ്പോൾ ആ രീതി കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണിത്. ഇപ്പം ഞാൻ ഏകദേശം എല്ലാ പ്രോൺസും നന്നായിട്ട്
ഷെല്ലൊക്കെ കളഞ്ഞ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി എടുക്കാം. കണ്ടില്ലേ, ഞാൻ ചെയ്തപ്പോൾ തന്നെ ഉണ്ട് എൻ്റെ കയ്യിലുള്ള ചുമന്ന കളറ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിരുന്നത്. ഈ ചുമന്ന നിറം അല്ലെങ്കിൽ കയ്യിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഇടുക. അതെല്ലാം കയ്യിൽ പറ്റി പിടിച്ചെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരൂടെ തേച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ആ കളറൊക്കെ മാറും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് കൈക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാൻ ഈ ചെമ്മീൻ വെച്ച് നല്ല തീയലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പിയിലായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.